ഒരുപാട് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അമ്മയൊക്കെ മറ്റേ കത്തിയൊക്കെ തന്നിട്ടുണ്ട്. എന്നാ പോട്ടെ, കൂടെ ഒന്ന് എന്ത് പറ്റും, തോറ്റു അത്രല്ലേ ഉള്ളൂ. പല കാര്യങ്ങളും സെൽഫിഷ് ആയാലും ഒരു കുഴപ്പമില്ല. പ്രായം എത്തുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ തന്നെ നമ്മളോട് തിരിച്ചു ചോദിക്കും. ഓരോ എക്സാം റിസൾട്ടിനും കുറേ ആത്മഹത്യകൾ കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിനകത്ത് സ്ട്രെസ് അനുഭവിക്കുന്നത് അമ്മമാരാണ്. അമ്മയോട് പറയല്ലേ, എക്സാം എന്ന് കേൾക്കുമ്പോഴേ അവർക്ക് ഒരു പാനിക് ആവും. വെക്കേഷന് തന്നെ നമുക്ക് സാൽബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. കല്ലുവിന് എപ്പോഴും അമ്മയെ കിട്ടുമെന്നും പറഞ്ഞ് എല്ലാവർക്കും കിട്ടില്ല. വെൽക്കം ടു ആത്മ മൈ മൈൻഡ് മൈ കെയർ. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് നമ്മളെ എല്ലാവരെയും ഒരുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ അമ്മയും മോളുമാണ്. നിങ്ങളെല്ലാവരും കാണാൻ കൊതിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. അത് വേറെ ആരുമല്ല, ദ ചാർമിങ് ഗായത്രി ആൻഡ് കല്ലു. വെൽക്കം. താങ്ക് യു. ഹലോ കല്ലു, സുഖമാണോ? പിന്നെ എക്സാംസ് തുടങ്ങി അല്ലേ? എക്സാംസ് കഴിഞ്ഞു. ഓക്കെ. ഓ, കണ്ടാ പറയില്ല കേട്ടോ, 9th-ലായി ആള്. പെട്ടെന്ന് 9th-ലേക്ക് കയറി. 8th ആക്ച്വലി കഴിയാറായിട്ടില്ല. ഇവർക്ക് CBSE 9th നേരത്തെ തുടങ്ങുന്നതുകൊണ്ട് 8th എക്സാം ഒക്കെ വേഗം തീർന്ന് 9th അല്ലെങ്കിലും 9th കുറച്ച് ടഫാണെന്നാ എല്ലാവരുടെയും പറച്ചില്ല. അപ്പൊ ടഫ് ആയിട്ടുള്ളതിനെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയായിരിക്കും നേരത്തെ തുടങ്ങിയിരിക്കുന്നത് അല്ലേ? അതിനൊക്കെ കുറെ ടിപ്സ് ഇന്നിപ്പം മാം പറഞ്ഞു തരും നമുക്ക്. ഞാൻ ആക്ച്വലി കുറെ നമുക്ക് നടക്കാല്ലേ, സത്യത്തിൽ കുറേ നാളായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ആത്മ എന്നുള്ളത്. നമ്മുടെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരുടെ മോളുടെ ഒരു ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഞാൻ ആത്മയുടെ കാര്യം കേൾക്കുന്നത്. കുറേ ലൈഫ് സ്കിൽസ് ട്രെയിനിങ്ങും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ട്രെയിനിങ് പ്രോഗ്രാംസും ഒക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം ഇന്ന് നമുക്ക് അതൊക്കെ കൂടുതൽ അറിയാം. തീർച്ചയായിട്ടും സന്തോഷമുള്ളൂ. ഞങ്ങൾക്കും ഒത്തിരി എന്താ പറയുന്ന മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഫിഗറാണ്. പിന്നെ പലപ്പോഴും നമ്മൾ പേരൻറ്റിങ്ങിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് തരുന്നത് എനിക്ക് തോന്നുന്നു ഗായത്രി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് പേരൻറ്റിങ്ങിൽ പലപ്പോഴും തരാറുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാം അല്ലേ? അമ്മയും മോളും കൂടെ ഉള്ള ഈ വീഡിയോസ് ഭയങ്കര, നിങ്ങളുടെ കെമിസ്ട്രി ഭയങ്കര വർക്കാവുന്നല്ലോ. എന്താ അതിൻ്റെ ഒരു സീക്രട്ട്? ഞങ്ങളുടെ പോരട്ടെ, ഞങ്ങള് എപ്പോഴും ഞാൻ വീഡിയോയിലൊക്കെ കാണുന്ന എല്ലാവരും പറയും ഫ്രണ്ട്സിനെ പോലെയാണ് എന്നൊക്കെ. അപ്പം അത് ഞാൻ എൻ്റെ ഈ ഇടയ്ക്ക് KLF ഉണ്ട്, കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റ്, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് കോഴിക്കോട് വെച്ച് നടന്നപ്പം അവിടെ ഒരു കുട്ടി ചോദിച്ച്, ഞങ്ങളുടെ സെഷൻ കഴിഞ്ഞപ്പം ഞാനൊരു സ്പീക്കറായിരുന്നു, DC-യുടെ ഒരു ബുക്ക് വരുന്നുണ്ട് എൻ്റെ. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ സെഷൻ കഴിഞ്ഞപ്പോൾ എന്നോട് എണീറ്റ് ചോദിച്ചു, ഇങ്ങനെ എൻ്റെ അച്ഛനും അമ്മയിൽ നിന്ന് എനിക്ക് അനുകരിക്കാൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് ബെറ്റർ ആയിട്ട് എങ്ങനെ പാരന്റിങ് ചെയ്യാം എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ബെറ്റർമെന്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അവരെനിക്ക് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു രണ്ടുപേരും. എനിക്ക് ഭയങ്കര സ്പേസ് തന്നിട്ടുള്ള രണ്ടുപേരാണ്. എനിക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിലോ ഒരുപാട് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ എൻ്റെ മോളുടെ നല്ലൊരു ഫ്രണ്ട് ആവണം എന്നുള്ളത് ഞാൻ റിപ്ലൈ പറഞ്ഞത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നൊരു ഇപ്പൊ കേരളത്തിലൊരു സൂപ്പർ അമ്മ ആൻഡ് സൂപ്പർ മോളായിട്ട് നിൽക്കുകയാണ് അല്ലേ കല്ലു ആൻഡ് ഗായത്രി. വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പം ഒരു കോയിൻസിഡൻസ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഇതെന്നാണ് വരികയെന്ന് എനിക്കറിയില്ല യൂട്യൂബിൽ, പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ റീസെൻ്റ്ലി ചെയ്തൊരു വീഡിയോ എക്സാം ഫിയറിനെ പറ്റിയിട്ടായിരുന്നു. എക്സാം ടിപ്സ് എന്ന് പറഞ്ഞാൽ അയ്യോ പരീക്ഷ എന്നൊക്കെ ടൈറ്റിൽ കൊടുത്തിട്ടാണ് ചെയ്തത്. അതിന് കാര്യം എന്താ വെച്ചാൽ മോൾ എൻ്റെ ഇതുപോലെ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എക്സാം ടൈമിൽ ഭയങ്കര സ്ട്രെസ്സാണ്. അങ്ങനെയാണോ കല്ലു? കുറച്ച്. അതെന്താ എക്സാം സമയമാവുമ്പോൾ സ്ട്രെസ് വരുന്നേ? എനിക്ക് എന്താണെന്ന് അറിയൂല, പക്ഷെ ചിലപ്പോ കുറെ ചാപ്റ്റേഴ്സ് കണ്ടിട്ടായിരിക്കാം, ചിലപ്പോ മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് സ്ലോ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? പലപ്പോഴും പല കുട്ടികളിലും സ്ലോ ആണ്. ഇപ്പം പേരൻസിന് വലിയ കാര്യമില്ല, കാരണം സ്ലോ ആയിട്ട് നമുക്ക് ചെയ്താലും മതി. പക്ഷേ ഈ ടൈം ബൗണ്ടായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഈ സ്ലോനെസ് നമുക്ക് വില്ലനാവും. അങ്ങനെയല്ലേ കല്ലു? എക്സാം വരുമ്പം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് വെക്കേണ്ടിയപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ചെയ്യേണ്ടിയപ്പം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ സ്ലോ ഫേസിലുള്ള ആ ആക്ടിവിറ്റീസിനെ കുറച്ചും കൂടെ സ്പീഡാക്കണമെങ്കിൽ നമ്മളത് ട്രെയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ ഞങ്ങൾ തരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ട്രെയിനിങ് ചെയ്യുമ്പം സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും, ടൈം ബൗണ്ടായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ടൈം ബൗണ്ടായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് വരുമ്പോൾ, അതിന് പോർഷൻസ് കൂടുതലാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് വരുമ്പോൾ
പിന്നെ നമുക്ക് സ്ട്രെസ് വരത്തില്ല. കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് സ്ട്രെസ് ഇപ്പൊ വരുന്നത്. കാര്യം കാരണം ശരിയാണ്, ഇവള് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. യെസ്. മാർക്സും കുഴപ്പമില്ലാത്ത മാർക്സ് ഉണ്ട്, പക്ഷെ ഇവളുടെ മാർക്സ് കുറയുന്നത് എന്താ വെച്ചാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എക്സാമിന്. ആ ടൈം ഇന്ന് ഒരുപാട് കുട്ടികളുടെ പ്രശ്നമാണ്. അല്ലാത്തപ്പോ നമ്മൾ വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ സ്ലോ ഫേസിൽ പോകും. സ്ലോ ആണ് ആള്. ഇപ്പം നോട്ട്സ് ഒക്കെ പണ്ടൊക്കെ എപ്പോഴും ഫേസ് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് കംപ്ലൈന്റ് വരുന്നത് കല്യാണിയുടെ നോട്ട്സ് ഇൻകംപ്ലീറ്റ് ആണ്. ഞാനത് മേക്കപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഇൻകംപ്ലീറ്റ്. അതെന്താണെന്നറിയാമോ, നമുക്ക് അതിനുള്ള നമ്മുടെ ബ്രെയിൻ ആണല്ലോ ഇതിനെല്ലാം സിഗ്നൽസ് തരുന്നത്. ആ സിഗ്നൽസിനെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കണം. അപ്പോൾ അതിനുള്ള ചില എക്സസൈസസ് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ആ എക്സസൈസ് ചിലപ്പോൾ നമുക്ക് തനിയെ അങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ബ്രെയിൻ ജിം എക്സസൈസ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൊഫഷണൽസ് ഇൻസ്ട്രക്ഷൻ തന്ന് കുറച്ച് നാൾ നമ്മൾ ആ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ആവും. ഓക്കെ, നമുക്കപ്പോൾ അത് ചെയ്യാം കേട്ടോ. മുറുകെ പിടിച്ചോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, അപ്പൊ ഞാൻ അങ്ങനെ അറിയാതെ അങ്ങനെ ഒരു വീഡിയോ, കാരണം എനിക്ക് തോന്നി, കാരണം ഇവളോട് ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ കുറെ പേർക്ക് ഹെൽപ്ഫുൾ. അപ്പൊ അതിന്റെ കമന്റ് സെക്ഷൻ നോക്കിയപ്പോഴാണ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയത്. ഞാനപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു, ഞാനൊരു ലൈഫ് കോച്ചോ ചൈൽഡ് സൈക്കോളജിസ്റ്റോ ഒന്നുമല്ല, ഞാനൊരു 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മ എന്നുള്ളൊരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. അപ്പം അതിലേറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ് അത്. പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണല്ലോ. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, എക്സാം ടൈം ആകുമ്പോൾ നമ്മൾ പേരൻസ് കൊടുക്കുന്ന പ്രഷർ ഭയങ്കരമായിട്ട് പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട്. അതായത് നമ്മൾ ഓരോ എക്സാം റിസൾട്ടിനും കുറേ ആത്മഹത്യകൾ കാണാറുണ്ടല്ലോ. അതെന്താണ്, നമ്മളിങ്ങനെ പ്രഷർ ബോൾസ് എറിയുവാണെന്നാണ് പറയുന്നത്. പേരൻസ് എങ്ങനെയെങ്കിലും മാർക്ക് സ്കോർ ചെയ്താൽ മതി, ഇതാണ് ഒരു ചിന്ത. പക്ഷേ നമ്മൾ ഈ പ്രഷർ ബോൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കുഞ്ഞിനെ മൊത്തത്തിൽ ചിലപ്പോൾ പെരിഷാക്കി കളയാൻ വരെ അതിന് സാധ്യതയുണ്ട്. കാരണം ഇതൊരു ലാസ്റ്റ് ഗെയിമാണ്, അല്ലെങ്കിൽ ഇനി ഇതില്ലെങ്കിൽ ഒന്നുമില്ല, ലൈഫ് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രഷർ ഒരിക്കലും കൊടുക്കരുത്. അങ്ങനെ പ്രഷർ കൊടുത്താൽ പല കുട്ടികളും ഇന്ന് സൂയിസൈഡ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ എക്സാമിനോട് ഭയങ്കരമായിട്ടുള്ളൊരു പാനിക് അറ്റാക്ക് ഉണ്ടാവും. ഒരു പാനിക്കായിട്ടുള്ള സിറ്റുവേഷൻ, എക്സാം എന്ന് കേൾക്കുമ്പോഴേ അവർക്ക് ഒരു പാനിക്കാവും, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ പേരൻസ് കൃത്യമായിട്ട് പേടിപ്പിച്ചല്ല റിസൾട്ട് ഉണ്ടാക്കേണ്ടത്, നമുക്ക് സപ്പോർട്ട് ചെയ്താണ് റിസൾട്ട് ഉണ്ടാക്കേണ്ടത്. അതിനകത്ത് ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. ആ ലിമിറ്റേഷൻസിനെ നമ്മൾ കാണാതെ പിന്നെയും പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് റിസൾട്ട് എല്ലാവർക്കും കിട്ടുന്നത്. അവർ ചില കുട്ടികൾ പേടിച്ച് അന്നേരം എക്സാമിന് റിസൾട്ട് കൊണ്ടുവരും, പക്ഷെ അടുത്തടുത്ത എക്സാം ആകുമ്പോഴത്തേനും അവർ ഭയങ്കരമായിട്ട് പാനിക് ആവുന്ന കാണാം. സോ അത് ചിലപ്പോൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കുമ്പോൾ കുഴപ്പം കാണത്തില്ല, വീട്ടിൽ നിൽക്കുമ്പോൾ വലിയ കുഴപ്പം കാണത്തില്ല, ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോൾ അത് വലിയ പ്രോബ്ലമായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് പ്രഷർ ഇട്ടല്ല നമ്മൾ റിസൾട്ട് കൊണ്ടുവരേണ്ടത്, സപ്പോർട്ട് കൊടുത്ത് അവരുടെ റിയൽ ഇഷ്യൂ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ, അത് പേരൻസിന് തന്നെ കൊടുക്കാൻ പറ്റണമെന്നൊന്നും ഇല്ല. കാരണം ഒന്ന്, പേരൻസിന് ഇന്ന് ടൈമില്ല, 2 പേരൻസും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രൊഫഷണൽസിന് കൊടുക്കുകയാണെങ്കിൽ, അവരിലൂടെ പേരൻസ് ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ കുട്ടികളെ നമുക്ക് ഓക്കെ ആക്കാൻ പറ്റും. മോളുടെ തന്നെ ഇപ്പം മാം പറഞ്ഞപ്പോഴാണ് ആ ടൈം ബൗണ്ടിലോ നിൽക്കുന്ന ചെയ്യാനാണ് അവളുടെ ഇഷ്യൂ. ശരിയാണ്, ഞാൻ എപ്പോഴും ചോദിക്കും, കല്ലു നീ പഠിക്കുന്നുണ്ട്, പക്ഷെ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പൊ അതാണ് റീസൺ. അത് മാത്രല്ല, എനിക്ക് വേറൊരു സ്ട്രെസ്സിനായിരുന്നു പറഞ്ഞാൽ, ഈ ഞാൻ പഠിച്ച് ഇനി എക്സാം ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരിക, ആപ്ലിക്കേഷൻ ലെവലാണെന്നാണല്ലോ മിസ് പറഞ്ഞപ്പോ അത് എങ്ങനെയാ വരിക, ക്വസ്റ്റ്യൻ ഇത് എഴുതാൻ പറ്റുമോ, അപ്പൊ അങ്ങനെയുള്ളൊരു പേടിയും കൂടെ ഉണ്ടോ? ഓക്കെ. അതെന്താണെന്നറിയാമോ, നമ്മൾ കോൺഫിഡൻ്റ് അല്ലാത്തപ്പോഴാണ് നമുക്ക് ഈ എല്ലാ ഡൗട്ട്ഫുൾനെസ്സും വരുന്നത്. ഇതൊരു ഡൗട്ടാണ്, ഇനി ഞാൻ പഠിച്ചതുപോലായിരിക്കുമോ, അല്ലെ ആപ്ലിക്കേഷൻ ലെവലിൽ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഡൗട്ടാണ്. ഇപ്പോൾ നമുക്ക് ഈ തോട്ട്സ് കൂടുതൽ ഡൗട്ടായിട്ട് വരുന്നത് കോൺഫിഡൻസ് ഇല്ലാത്തപ്പോഴാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്ത് ഫാസ്റ്റ് ആവണം. പിന്നെ നമ്മൾ കുറേ മോക്ക് എക്സാംസ് ചെയ്ത് നോക്കണം, ടൈം മാനേജ് ചെയ്ത് കുറേ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് ചെയ്ത് യെസ് അത് തന്നെ. അപ്പൊ നമുക്ക് കുറേ അങ്ങനെ ചെയ്ത് നീ തന്നെ ടൈം വെച്ചിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ മോക്ക് എക്സാംസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആവും. മോക്ക് എക്സാംസ് മാത്രം പോരാ, നമ്മുടെ പ്രോബ്ലത്തെ ആദ്യം റിസോൾവ് ചെയ്യണം, പിന്നെ പ്രാക്ടീസും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആവും. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ച് കഴിയുമ്പോൾ പിന്നെ ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മാത്സ് എക്സാമിന്റെ തലേദിവസം
സ്ട്രെസ് കണ്ടിട്ട് ഹസ്ബൻഡ് പറഞ്ഞു പോട്ടെ കൂടെ ഒന്ന് എന്ത് പറ്റും തോറ്റു അത്രയല്ലേ ഉള്ളൂ. ഇല്ല, അങ്ങനെ പറയുമ്പോൾ അടുത്ത സ്ട്രെസ്സാണ്. അങ്ങനെ പറയുമ്പോൾ കുറെ കൂടെ അവർക്ക് സ്ട്രെസ് ഉണ്ടാവും. എൻ്റെ അടുത്ത് വന്നൊരു കേസ്, ഈ കുട്ടിക്ക് IIT എന്നൊരു സ്വപ്നമേ ഉള്ളൂ. +2 പഠിക്കുമ്പോൾ IIT. അപ്പോൾ അവന് ഈ +2 അത്രയ്ക്ക് സ്ട്രെസ് എടുക്കുകയാണ്, ഈ എൻട്രൻസ് കോച്ചിങ്ങും +2 എല്ലാം കൂടെ കൊണ്ട്. അപ്പോൾ പേരൻസ് ഒരു ദിവസം പറഞ്ഞു, ഇവൻ്റെ സ്ട്രെസ് കണ്ടിട്ട് പേരൻസ് പറഞ്ഞു, മോനെ IIT ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ പഠിച്ചാൽ പോരെ. ആ കുട്ടിക്ക് അത് ഭയങ്കര ഡിപ്രഷനായി മാറി. ഓ അത് ശരി. യെസ്, അവർക്കത് ഭയങ്കര. അപ്പോൾ എനിക്ക് അത്രയും കഴിവില്ലാഞ്ഞിട്ടല്ലേ അമ്മയും അച്ഛനും എന്നോട് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര ഒരു ടെൻഷനായി നമ്മുടെ അടുത്ത് വന്നു. അപ്പോൾ പേരൻസ് ഇത് കാണുമ്പോൾ, സ്ട്രെസ് കാണുമ്പോൾ പലപ്പോഴും പറയും കുഴപ്പമില്ല, നീ തോറ്റാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അപ്പോൾ എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ. അങ്ങനെയുണ്ട്. കല്ലു, എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ വരുമല്ലോ, അപ്പോൾ എന്താ വെക്കേഷൻ പ്ലാൻ? ഗായത്രിക്ക് എന്താ പ്ലാൻ? കല്ലുവിനെ കൊണ്ട് വെക്കേഷന് ബുദ്ധിമുട്ടാണോ അതോ മാനേജ് ഇല്ല, അങ്ങനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേരെ കൊണ്ട് അങ്ങനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ ഡിജിറ്റൽ വേൾഡിൽ കൊടുത്താൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പണ്ടായിരുന്നു, ഇപ്പൊ നമ്മുടെയൊക്കെ ജനറേഷൻ ആയിരുന്നു വീട്ടില് അമ്മയൊക്കെ മറ്റേ കത്തിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്, വെട്ടിക്കൊന്നോ രണ്ടുപേരും കൂടെ. എന്റെ പേരന്റ് പറയുന്നത് സാറ്റർഡേ കൂടെ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പോഴത്തെ ജനറേഷനെ കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഡിജിറ്റൽ വേൾഡിൽ ഇരിക്കുന്നത് ഭയങ്കര പിന്നീട് അവർക്ക് അപകടമാണ്. അല്ല, പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ഞങ്ങളിപ്പം ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ കൂടെ ഇൻലോസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വെക്കേഷൻ ആയാലും അങ്ങനെ കുട്ടികളുണ്ടെങ്കിൽ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ കുറവ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫ്ലാറ്റ്സിലൊക്കെ ഉള്ള പേരൻസിനാണ് സത്യത്തില് ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ? തീർച്ചയായിട്ടും. ഞങ്ങള് വെക്കേഷന് തന്നെ നമുക്ക് സാൽവോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. സാൽവോസ് അത് നമ്മൾ വെക്കേഷന് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. സാൽവോസിന്റെ ഒരു ഉദ്ദേശം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റ് ലൈഫിലും ഇങ്ങനെ ഡിജിറ്റൽ വേൾഡിൽ മാത്രം അടിഞ്ഞുകൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് മാറിയിട്ട് അവരുടെ ലൈഫ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാം. അതായത് ഡിജിറ്റൽ വേൾഡിൽ പോകുമ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ, അവർക്കൊരു തീരുമാനം എടുക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു ക്രൈസിസ് വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യാൻ, ഒരു ക്രൗഡിലോട്ട് ഇറങ്ങിയാൽ എങ്ങനെ നിൽക്കണം, ഒരു റോഡ് ക്രോസ് റിലേഷൻഷിപ്പും ഉണ്ടാക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. ബ്രേക്കപ്സ് അല്ലേ, ഭയങ്കര ബ്രേക്കപ്സിൻ്റെ കാര്യം. എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ അവരെന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ബ്രേക്കപ്പ് എന്നുള്ള. ഈ അടുത്തിടെ ഒരു കുട്ടി ഡിപ്രഷനായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ആകെ 3 പേരെ ആ ഗ്രൂപ്പിലുള്ളൂ. ആ ഗ്രൂപ്പിൽ നിന്ന് ഫ്രണ്ട് പിന്നെ റിമൂവ് ചെയ്തു. ഭയങ്കര സ്ട്രെസ്സിൽ, ഡിപ്രഷനിൽ പോയി. അപ്പം ഇത്തരത്തിലുള്ള അവരുടെ ലൈഫ് സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള അത് ഡിജിറ്റലിയും കൊടുക്കുന്നുണ്ട്, ഓൺലൈനിലും കൊടുക്കുന്നുണ്ട്, ഓഫ്ലൈനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രോഗ്രാംസിലൂടെ, ഫൺ ആക്ടിവിറ്റീസിലൂടെ അവർക്ക് വളരെ എന്താ പറയുന്നത് എൻജോയബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ മെൻറ്റേഴ്സിനെ കൊണ്ട്, അവർ പ്രൊഫഷണൽസ് ആയിരിക്കും, അവരെ ഇങ്ങനെ എൻട്രി ചെയ്യുന്ന പ്രോഗ്രാമാണ്. കരിയർ ഗൈഡൻസ് അല്ല മോളെ, നമ്മൾ പിന്നെ കൂടുതലും ലൈഫ് സ്കിൽസ് ആണ്. അപ്പം നമുക്ക് ഉഷാറായിട്ട് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അത് വളരെ ഫണ്ണായിരിക്കും. ഡാൻസ് ഉണ്ടാവും, ഡാൻസ് തെറാപ്പി, ആർട്ട് തെറാപ്പി, ഡ്രാമ തെറാപ്പി, പിന്നെ അതുപോലെ അമ്മയോട് പറയല്ലേ. തീർച്ചയായിട്ടും. അപ്പം ഭയങ്കര അവർക്കൊരു മെന്റർ എന്ന് പറയുന്നത് ഫ്രണ്ടിനെ പോലെ. അപ്പോൾ അവർക്ക് ചാറ്റ് ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ച് വീട്ടിലാരും ഇല്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പിന്നെ സിബ്ലിങ്സ് ഇല്ലാത്തവർ, അല്ലെങ്കിൽ പേരൻസ് ജോബിന് പോകുന്നവർ, അപ്പോൾ അങ്ങനത്തെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് മാനറാണ്. അപ്പോൾ അവർ എപ്പോഴും ഇങ്ങനെ ചാറ്റ് ചെയ്യും. ഡെയിലി സെഷൻസ് ഉണ്ട്. അല്ലാത്ത സമയത്തും അവർക്ക് ചില ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ട്, സ്കോർ ചാർട്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഗിഫ്റ്റ് എല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ ഭയങ്കര എന്തൂസിയാസമായിരിക്കും. അവർ ഇതിലങ്ങ് മുഴുകി മുന്നോട്ട് പോകും. ഓരോ ആക്ടിവിറ്റീസിനും സ്കോർസ് ഉണ്ട്. ടീമായിട്ട് നമ്മളൊരു 5 to 15-18 വരെ ഉള്ളവർക്ക് അത് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് കൊടുക്കും. ഇൻഡിവിജ്വൽ സെഷൻസ് വേണ്ടുന്നവർക്ക് ഇൻഡിവിജ്വൽ സെഷൻസ് ആയിട്ട് കൊടുക്കും. അങ്ങനെ എല്ലാ രീതിയിലും. ഇൻട്രസ്റ്റിംഗ്. കല്ലുവിന് ഇപ്പോഴേ ജോയിൻ ചെയ്യണമെന്നുണ്ടല്ലേ? എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ കല്ലുവിന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫോണിനേക്കാളും ഇഷ്ടം ഇതുപോലൊക്കെ. പക്ഷെ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് പല കുട്ടികളുടെ അവസ്ഥ അതാണ്. നമ്മളിപ്പോ അവരെ ഡിജിറ്റൽ ടൈം കൂടുതൽ, സ്ക്രീൻ ടൈം കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുമ്പോൾ വേറെ എന്താ ഉള്ളത്? ഞാൻ പേരൻസിനോട് എപ്പോഴും പറയും, നിങ്ങൾ ബ്ലെയിം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വേറെ എന്തിലേക്ക് അവരെ ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അവരും പേരൻസും ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ അവർക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് കൊടുക്കാനില്ല. അവരും വന്നിട്ട് അവരുടെ സ്ട്രെസ് മാറ്റുന്നത് ഏതിലൂടെ?
ഈ വെർച്വൽ വേൾഡിലൂടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ഇങ്ങനെ നോക്കിയിട്ട് ഇവൻ ഏത് സമയം ഫോണില്ല, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ വഴക്കിട്ടിട്ട് അച്ഛൻ ഫോണിൽ നോക്കുന്നു. അപ്പൊ അമ്മ ശരിയാ ഇവൻ ഏത് സമയം ഇപ്പൊ ഫോണില്ല, മോനിങ്ങനെ നോക്കിയിട്ട് അത് ശരി എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മ നോക്കുന്ന ഒരു വീഡിയോ. അത് വളരെ സത്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കുട്ടികളോട് ഫോൺ നോക്കരുതെന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കൊണ്ടാണ്. അപ്പം അവർക്ക് വേറെ ഓപ്ഷൻസ് കണ്ടുപിടിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അവരിൽ നിന്ന് അത് പണ്ട് നമ്മളുടെ വിചാരം എല്ലാം പേരന്റിങ് എനിക്ക് എന്നെ കൊണ്ടങ്ങ് ചെയ്യാൻ പറ്റും. ആ കാലം കഴിഞ്ഞു. പേരൻറ്റിങ് എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു 5 days 14 hours അല്ലെ 12 to 14 hours വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവർക്ക് വീക്കെൻഡ്സിൽ അവർക്ക് അവരുടെ സ്ട്രെസ് എങ്ങനെയെങ്കിലും കളയണം. അപ്പോൾ ആ സമയത്ത് ഞാൻ നല്ല പേരൻ്റാണ്, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഫുൾ ടൈം ഇരിക്കും എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് അവരുടെ സ്ട്രെസ്സിനെ വെൻഡ് ഔട്ട് ചെയ്യണം. അവർക്ക് ചിലപ്പോൾ ഒരു ഓഫ് റോഡ് ഡ്രൈവിന് പോകണമെന്നിരിക്കും, ഒരു അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യണമെന്നിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ക്വാണ്ടിറ്റി ടൈം എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല. സോ ക്വാളിറ്റി ടൈമേ കൊടുക്കാൻ പറ്റൂ. ആ ക്വാളിറ്റി ടൈം നന്നായിട്ട് വെക്കാനുള്ള പേരൻ്റൽ മാനേജ്മെൻറ്റ് ടിപ്സ് ഞാൻ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ട്രെയിൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ ബാക്കി സമയം അവർ നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ, ഇപ്പം ഒരു ഓൺലൈൻ വേൾഡിലോട്ട് കയറി അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഈവൻറ്റ് സെക്സ് ആൻഡ് ഡ്രഗ് എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അതിലോട്ടൊന്നും പോവാതെ അവരെ മെൻറ്റർ ചെയ്ത് നിർത്തത്തക്ക രീതിയിൽ അവർക്ക് എൻ്റെ പേരൻറ്റിങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കത്തക്ക രീതിയിൽ, സുരക്ഷിതമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കത്തക്ക രീതിയിൽ മെന്റേഴ്സിനെ ഇൻവോൾവ് ചെയ്താലേ ഇന്നത്തെ പേരന്റിങ് നമുക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് ബേസിക്കലി കിഡ്സിനും ഒപ്പം തന്നെ പേരൻസിനും അല്ലേ? ഇന്ന് പേരന്റിങ് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. ഇപ്പം പലർക്കും കുട്ടികൾ വേണ്ടാന്നുണ്ട്. അത് സത്യമാണ്. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ നേരത്തെ പറഞ്ഞ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു പണ്ടത്തെ കാലത്ത്. അതായത് ഇപ്പം അമ്മ അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ അമ്മുമ്മ അപ്പൂപ്പൻ മുത്തശ്ശൻ മുത്തശ്ശി വല്യമ്മ വല്യച്ഛൻ എന്ന് പറഞ്ഞൊരു വലിയ ഗ്രൂപ്പ് ഉണ്ടാവും ഇതൊക്കെ ഡിവൈഡ് ചെയ്യാനായിട്ട്. ഇന്നിപ്പോൾ കംപ്ലീറ്റ് എല്ലാം അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അത്ര ചുരുങ്ങിയ ഒരു വേൾഡിലാണ് ഇമോഷണൽ നീഡ്സും ഫിസിക്കൽ നീഡ്സും എല്ലാം ഈ അച്ഛനും അമ്മയെ ചെയ്യേണ്ടത്. അമ്മേൻ്റെ കൂടെ കളിക്കണം, അച്ഛൻ്റെ കൂടെ കളിക്കണം. ടയർഡായിട്ട് വരുന്ന ഇപ്പോൾ ഒരു നഴ്സിനെ സംബന്ധിച്ച് ഇത്രയും ലോങ് ഹവേഴ്സിൻ്റെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഒരിക്കലും കുട്ടിയുടെ കൂടെ കളിക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ അതൊരു പ്രാക്ടിക്കൽ കാര്യമല്ല. കല്ലൂന് എപ്പോഴും അമ്മയെ കിട്ടുമെന്നും പറഞ്ഞ് എല്ലാവർക്കും കിട്ടില്ല. കല്ലൂനും അമ്മയെ കിട്ടുന്നത് ഇടയ്ക്കിടയ്ക്കേ ഉള്ളു അല്ലേ, മാനേജ് ചെയ്ത് പോകുന്നു അല്ലേ. ഓക്കെ, അപ്പം ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചില മനഃപൂർവ്വമായിട്ട് ചില കാര്യങ്ങൾ കൊണ്ടുവരേണ്ട ഒരു നമ്മൾ ഡെലിഗേറ്റ് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയും. ഡെലിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പോൾ കല്ലു തന്നെ പറഞ്ഞില്ല എന്നെ അങ്ങനത്തുള്ള ആക്ടിവിറ്റീസിലേക്ക് വിടൂ എന്ന് പറയുമ്പം അത്തരത്തിലൊരു ഡെലിഗേഷൻ നടക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. നമ്മുടെ കുഞ്ഞ് ഹെൽത്തി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണല്ലോ ഇരിക്കുന്നത്, അതവരെ ഗ്രോത്തിനാണല്ലോ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു പേരൻറ്റിങ് സ്ട്രെസ്ഫുള്ളാണ്, ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. അത് നമുക്ക് ഇന്ന് പഠിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. പേരൻറ്റിങ് പഠിച്ചു പോകണം, നമ്മുടെ കുഞ്ഞിനൊപ്പം നമ്മളും വളരണം. കാരണം നമ്മുടെ ലൈഫും നമ്മുടെ വേൾഡും അങ്ങനെ ഡ്രാസ്റ്റിക്കായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ചേഞ്ചസ് നമ്മളും വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് സ്ട്രെസ് അനുഭവിക്കുന്നത് അമ്മമാരാണ്, ലേഡീസാണ്. നമ്മളെ എത്രയൊക്കെ ഈക്വലി നമ്മൾ ഡ്യൂട്ടീസ് ഷെയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും എൻഡ് ഓഫ് ദ ഡേ എല്ലാ ഇഷ്യൂസും വരുന്നത് അമ്മമാരുടെ പോയിന്റ് ചെയ്യുന്നത് അമ്മമാരിലാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പം കുട്ടികളുടെ കാര്യം പറഞ്ഞു, പാരൻറ്റിങ്ങിനെ പറ്റും, സ്പെസിഫിക്കലി ലേഡീസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറയും എപ്പോഴും അഫക്റ്റഡ് ആവുന്ന ഒരു ഗ്രൂപ്പ് ലേഡീസാണ്. അത് ലേഡീസും കിഡ്സും ആണല്ലോ. കാരണം നമ്മുടെ ഒരു സിസ്റ്റമാണ് അതിന് ഒരു റീസൺ, പല റീസൺസ് ഉണ്ട്. അപ്പം അമ്മമാർ പലപ്പോഴും അമ്മമാരുടെ എല്ലാം മാറ്റി വെച്ചിട്ട് കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടി മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇന്നത്തെ ലേഡീസിന് പലപ്പോഴും അത് പറ്റുന്നുമില്ല. അതുകൊണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ ഗിൽട്ട് ഫീലിംഗ് ഉണ്ട്. അപ്പോൾ മാറ്റി വെക്കാനും പറ്റുന്നില്ല, എന്നാൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുന്നില്ല, എന്നാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. അവിടെയാണ് നമ്മളൊരു PMT കൊടുക്കുന്നത്, പേരൻ്റൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ്. പ്രത്യേകിച്ച് അമ്മമാരെയാണ് അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഗ്ലോബൽ ആൽഫ ചാമ്പ്യൻ എന്ന് പറയുന്ന നമ്മുടെ ഈ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുട്ടികളുടെ ലൈഫ് സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രോഗ്രാമിന് മസ്റ്റായിട്ടുള്ള ഫാക്ടറാണ് പേരൻ്റൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ്. അതിനകത്ത് അമ്മമാരെയും അച്ഛന്മാരെയും ഉൾപ്പെടുത്തും, രണ്ട് കൂട്ടരെ ഉൾപ്പെടുത്തും. എന്നാൽ കൂടുതലും കുഞ്ഞുമായിട്ട് എപ്പോഴും മിങ്കിൾ ചെയ്യുന്ന അമ്മയായതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടുന്ന സപ്പോർട്ട്. എത്രയോ അമ്മമാരെ നമ്മൾ ഡിപ്രഷനിൽ നിന്നും സ്ട്രെസ്സിൽ നിന്നും കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നറിയാമോ. ഇനി അത് മാത്രമല്ല, ലേഡീസിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് അവരുടെ വെൽനെസ്സിന് വേണ്ടി ഒരു പ്രോഗ്രാമുണ്ട്, സെനോറ ദ റിയൽ ലേഡി എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അത് ഇത്രയും ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു ലേഡി അവർക്ക് വേണ്ടി ഒരു ദിവസം 40 മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്യണം. ഒരു റിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും
സ്ത്രീകൾ അവരുടെ വെൽനെസ്സിന് വേണ്ടി ഒരു 40 മിനിറ്റ് പോലും ഒരു ദിവസം അല്ല ഒരു അരമണിക്കൂർ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം അപ്പൊ അത് നമ്മൾ പല കാര്യങ്ങളും സെൽഫിഷ് ആയാലും ഒരു കുഴപ്പമില്ല. അത് സെൽഫിഷ് അല്ല, സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ്, യെസ്. ആ ഒരു സെൽഫ് ലവ് പാർട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്ത് അതിനകത്ത് അവരുടെ ഫിസിക്കൽ, മെന്റൽ, സൈക്കോളജിക്കൽ വെൽനെസ് അതാണ്. അപ്പം യോഗ കൊടുക്കും, അവർക്ക് വേണ്ടുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കും, കൗൺസിലിംഗ് കൊടുക്കും, പേരൻറ്റിങ് കൊടുക്കും, അങ്ങനെ എല്ലാം കൊടുത്തിട്ട് അവരെ ഒന്ന് എൻട്രിച്ചാക്കി നല്ല അമ്മമാരുണ്ടെങ്കിൽ നല്ല കല്ലുമാരുണ്ടാവും അല്ലേ? നമ്മൾ അതുപോലെ ഈ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് ഇത് ഈ കുട്ടികളുടെ ഇഷ്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യം പല പല അമ്മമാരിലും, അതായത് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ചെറിയ ഒരു എക്സ്ട്രാ ഒരു കെയർ വേണം എന്നുള്ള സ്വയം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കൊണ്ട് തന്നെയാണ് ഇത് ഏർലി സ്റ്റേജിൽ ഇതിനുള്ള പ്രോപ്പർ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബെറ്റർ ആവുന്ന കണ്ടീഷൻസ് ഉണ്ട് കുട്ടികൾക്ക്. തീർച്ചയായും. പക്ഷെ അതിലേക്ക് കടക്കാൻ അമ്മമാർക്കുള്ള ഒരു പ്രശ്നം അല്ലേ? അത് അമ്മമാർക്കും അച്ഛന്മാർക്കും ഫാമിലിക്ക് പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസിനും ഭയങ്കര മടിയാണ്. നമ്മുടെ അടുത്ത് വരുന്ന കേസുകളിൽ അസസ്മെന്റിന് വന്ന് കുഞ്ഞിനിപ്പോ ഒരു എന്താ പറയുന്നത് ചെറിയ പ്രോബ്ലം ആയിരിക്കും, ഒരു ADHD സ്പെക്ട്രം ആയിരിക്കും, അല്ലെങ്കിൽ അവന് ലേണിംഗ് എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട്, നല്ല ബുദ്ധി കാണും, എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടും സ്ലോനെസ്സും അത് പറ്റുന്നുമില്ല എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ നമ്മൾ പറയും ഒരു ട്രെയിനിങ് കൊടുക്കണമെന്ന്, ഇവരാരും ഇതിനെ അക്സെപ്റ്റ് ചെയ്തില്ല, ഏതാണ്ട് മാനസിക രോഗമാണെന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ഈ അക്സെപ്റ്റൻസ് മാതാപിതാക്കളിൽ കുറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. കാരണം ഇത് പതുക്കെ അവരുടെ കണ്ടക്റ്റിൽ, ബിഹേവിയറിൽ, പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ, വ്യക്തിത്വത്തിലൊക്കെ വന്ന് ഒരു പ്രത്യേക സിറ്റുവേഷൻ ആകുമ്പോൾ മറച്ചു വെക്കുന്നത് പുറത്തേക്ക് വരും. 10ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ ഒക്കെ ആകുമ്പോഴത്തേനെ ഇവർക്ക് ഈവൻ എന്താ പറയുന്നത് പഠിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. തന്നെ ഒത്തിരി എന്താ പറയുന്നത് സ്വഭാവ വൈകല്യങ്ങൾ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ പേരൻസിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ പറയും ഒരു 3 വയസ്സിന് മുമ്പ് എല്ലാ കുഞ്ഞുങ്ങളുടെയും ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ് എടുക്കണം. കാരണം ഇന്ന് ഒരു 10ൽ 6 കുട്ടികൾക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇതുണ്ട്. ഇത് നമ്മളൊരു മാനസികാരോഗ്യ പ്രശ്നമായിട്ട് ഒരിക്കലും കാണേണ്ട കാര്യമില്ല. ഡെവലപ്മെന്റിന്റെ സ്റ്റേജായിട്ട് കണ്ടാൽ മതി. നമ്മുടെ കുഞ്ഞിന് കാലിനൊരു കുഴപ്പമുണ്ട്, കൈക്കൊരു കുഴപ്പമുണ്ട്, നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കില്ലേ? സെയിം ലൈക്ക് ദാറ്റ്. ഒരു എനിക്ക് എപ്പോഴും പേരൻസിനോടും ഗ്രാൻഡ് പേരൻസിനോടും ഉള്ള വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അസസ്മെന്റ് നടത്തണം. അസസ്മെന്റ് നടത്തിയിട്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുക. ഒളിച്ചു വെക്കുന്നവരല്ല നല്ല പേരൻസ്, അതിനെ അക്സെപ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നവരാണ് നല്ല പേരൻസ്. ഇല്ലെങ്കിൽ ഒരു പ്രായം എത്തുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ തന്നെ നമ്മളോട് തിരിച്ചു ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ എനിക്കൊരു കെയർ തന്നില്ല എന്നുള്ളത്. സോ അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തേ മതിയാവും. ഇത് വളരെ ഒരു എന്താ പറയാ എൻലൈറ്റനിങ് ആയിരുന്നു സത്യത്തിൽ കേട്ടോ. കാരണം അതെ, കാരണം ഇപ്പം നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ പെർഫെക്റ്റ് പാരൻസ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. പക്ഷെ അതിനകത്തുള്ള ചില പ്രശ്നങ്ങളും കുട്ടികളെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നൊക്കെ ഉള്ളത് ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെ കേട്ടാലേ മനസ്സിലാവുള്ളൂ. ആൻഡ് മോളുടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ്, അവള് എക്സാം ടൈമിലെ സ്ട്രെസ്, അത് ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ റീസൺ സത്യത്തിൽ ഇപ്പം മാം പറഞ്ഞപ്പോഴാണ് ശരിയാണ്. അവള് സ്ലോ ആണ് എഴുതാൻ. അപ്പോൾ ഇപ്പം അതൊരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ എന്താ പറയുക കറക്റ്റ് ചെയ്യാതെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ഇഷ്യൂ അല്ല. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമുക്കത് ഇഷ്യൂ ആയിട്ട് മാറും. എക്സാംസ് വരുമ്പോൾ അതൊരു ഇഷ്യൂ ആവുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ അതിനു മുമ്പേ നമ്മൾ അതിനെ അങ്ങ് ഓക്കെ ആക്കിയാൽ മതി. അതുകൊണ്ട് അവൾക്ക് ആ ഒരു പ്രോഗ്രാം ചെയ്യണം എന്നും താല്പര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്ലോബൽ ആൽഫ ചാമ്പ്യൻ കിഡാവാൻ തീരുമാനിച്ചു. കല്ലു ഇൻട്രസ്റ്റഡ് ആയി. അപ്പം വെൽക്കം ടു ഗ്ലോബൽ ആൽഫ ചാമ്പ്യൻ. ഓക്കെ, കല്ലുവിന് ഞങ്ങള് വെൽക്കം ചെയ്യാണ് ആത്മയുടെ ഗ്ലോബൽ ആൽഫ ചാമ്പ്യൻ ബേബി ആയിട്ട്. ഓക്കെ, ഒരു സ്മാർട്ടർ കിഡാവാൻ. ഇപ്പം ഞങ്ങളുടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള തെറപ്പിസ്റ്റുകളൊക്കെ ഒത്തിരി നല്ല ട്രെയിനിങ്, നല്ല എക്സസൈസുകളാക്കി കൊടുക്കും, ആക്ടിവിറ്റീസ് കൊടുക്കും. കല്ലുവിൻ്റെ ഈ 9th വെക്കേഷൻ അടിപൊളിയാക്കും. സോറി 8th വെക്കേഷൻ അടിപൊളിയാക്കും അല്ലേ? ഓക്കെ, താങ്ക് യു.